നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മളിന്ന് എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നറിയാവോ? UAE ബേസ് ചെയ്ത് എത്രയോ വർഷങ്ങളായി FIUയുടെ കോച്ചായിട്ട് പ്രവർത്തിക്കുന്ന സക്കീറക്കാടെ അടുത്തേക്കാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. വോളിബോൾ എന്ന് പറയുന്ന കായിക രംഗത്ത് ഒരുപാട് അതുല്യ പ്രതിഫലം വാർത്തെടുക്കാനായിട്ട് നമ്മുടെ സക്കീറക്കാക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ GTM പ്രേക്ഷകർ ഇന്ന് കടന്നു ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ്. കം ലെറ്റ്സ് ഗോ. ഹലോ, I'm from GTV. അശ്വതി. എങ്ങനെയാണ് സക്കീറക്ക വിശേഷങ്ങളൊക്കെ? സക്കീറക്ക എത്ര വർഷമായി സക്സസ്ഫുള്ളി ഇവിടെ ഇങ്ങനെ ഒരു കോച്ചായിട്ട് UAE വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒഫീഷ്യലി 30 വർഷത്തോളമായി ഞാനിവിടെ. ഇപ്പോൾ ഫുൾ ടൈം വോളിബോൾ കോച്ചായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മക്കളും ഇതേ ഫീൽഡിൽ തന്നെയാണല്ലേ? മക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയി പോയവർ ആക്ച്വലി. കാരണം എൻ്റെ ഫാദർ ഇതിൻ്റെ ആചാര്യനായിരുന്നു വോളിബോളിൻ്റെ. ഹൈഡ്രജൻ അറിയുള്ളൂ. അപ്പം അതെനിക്ക് കിട്ടി. അപ്പോൾ അതൊരു മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ അവർ എടുത്തു. നമ്മുടെ വീട്ടിലെല്ലാവരും കളിക്കുമായിരുന്നു. എൻ്റെ ബ്രദേഴ്സ്, ഞങ്ങൾ 7 മക്കളാണ്, എല്ലാവരും കളിക്കും വോളിബോൾ. അപ്പോൾ അവരുടെ ഒരു പ്രചോദനം എനിക്ക്, പിന്നെ എനിക്കുള്ള അവർക്ക് കിട്ടി. അപ്പോൾ അവർ രണ്ടുപേരും, മൂത്ത മകൻ ഇവിടെയാണ് കളിച്ചിരുന്നത്, അൽ നാസർ ക്ലബ്ബിലുണ്ടായിരുന്നു. എമിറേറ്റ്സ് നാഷണൽ സ്കൂളിലാണ് ഷാർജയിലാണ് പഠിച്ചിരുന്നവർ. ദി എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ ഷാർജ. അവിടെ അവിടുന്ന് നാഷണൽസ് കളിക്കാൻ പോയി. ചെറിയ മോനും അന്ന് അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. ചെറിയ മോൻ അവനും കൂടെ പോയായിരുന്നു. പിന്നെ അതിനുശേഷം അവർ 5 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആ സ്കൂളിന്, ദി എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ, അവിടെ നിന്നാണ് അവരുടെ തുടങ്ങുന്നത്. വിദ്യാഭ്യാസം കളിയായിട്ട് തുടങ്ങുന്നത്. രവി തോമസ് ആണ് അവരുടെ പ്രിൻസിപ്പൽ. അവരുടെ സപ്പോർട്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നു നമുക്ക്. മക്കൾക്ക് 2 പേർക്കും 5 വർഷം നാഷണൽസ് കളിക്കാൻ പോയി. പിന്നെ വലുതായി. പിന്നെ കുട്ടികൾ ക്ലബ്ബിൽ ചെയ്യുന്നു. ഒരാൾ അൽ നസറിലും ജസീറ ക്ലബ്ബിലും, മൂത്ത മോൻ വന്നിട്ട് അവിടുന്ന് പോർച്ചുഗലിലേക്ക് കളിക്കാൻ പോയി. ഇപ്പോൾ അവിടെ ഒരു ക്ലബ്ബിൽ കളിക്കുന്നു. ഇപ്പോൾ ഇവിടെ സ്ഥലത്തുണ്ട് അവൻ, ആക്ച്വലി വന്നിട്ടുണ്ട്. അവൻ പോവും, ഒരാഴ്ച കഴിഞ്ഞാൽ പോവും. പിന്നെ ഇളയമോൻ അൽ നസർ ക്ലബ്ബിൽ കളിക്കുന്നു, സീനിയർ ടീമിൽ കളിക്കുന്നു. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഈ ഫാമിലിയിലുള്ള വോളിബോൾ എന്ന് പറഞ്ഞാൽ. ഇതാണല്ലേ സക്കീറക്കയുടെ മക്കള്? ആക്റ്റീവ് പ്ലെയേഴ്സ് ആണല്ലോ. തീർച്ചയായിട്ടും. യെസ്. രണ്ടുപേരും അതേതാണ്. നേരത്തെ പറഞ്ഞ 2 മക്കള്. ഇവൻ മുഹമ്മദ് സാബിത്ത്, ദിസ് ഈസ് മുഹമ്മദ് ജംറൂദ്. എനിക്ക് പറഞ്ഞ 2 സമ്പാദ്യം. പിന്നെ ഞാൻ പറഞ്ഞ ഇവരുടെയൊക്കെ ഉമ്മ. ഞാൻ പറഞ്ഞ നമ്മളുടെ വോളിബോൾ കുടുംബം അതിൻ്റെ പ്രധാനപ്പെട്ട മോട്ടിവേറ്റർ ആണെങ്കിൽ എൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്നത് വലത്ത് ഭാഗത്ത് മക്കളും ഞാനൊക്കെ. സക്കീറക്കയെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും വോളിബോളിനെ കുറിച്ചും ഒക്കെ GTV പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. നമുക്കൊന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും. ഓക്കെ. വോളിബോൾ പരിശീലനം നൽകിയ ലെവലുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ലെവലുകളിലാണ് പരിശീലനം നൽകിയിട്ടുള്ളത്? ഞാനിപ്പോൾ ഇവിടെ ഏകദേശം വന്നിട്ട് 42 വർഷം ആയിട്ടുണ്ട് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ വന്നു ആ ടൈമിൽ തന്നെ ഞാൻ ഇവിടെ എൻ്റെ വോളിബോൾ കരിയർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കളിയായിട്ടും അന്നൊക്കെ കളിയായിരുന്നു. പിന്നെ എന്നൊക്കെ മാറി പിന്നെ ഇപ്പോൾ റൈറ്റ് നൗ ഞാനൊരു കോച്ചായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ കുറേ നോക്കിയപ്പം ഇവിടെ കളിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഞാൻ കളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം അതിൽ അവരുടെ ആ ഒരു കളീനെ കുറിച്ചിട്ടുള്ള ധാരണ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടല്ലോ. അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫണ്ടമെൻ്റൽ ബേസിക്സ് കൊടുക്കാനായിട്ടുള്ളൊരു തീരുമാനത്തിലെത്തിയത്. പിന്നെ അതിലുപരി ഇപ്പം ഞങ്ങൾ ഒരു വോളിബോൾ അക്കാഡമിക്ക് ഇവിടെ ചെറിയൊരു രൂപം നൽകിയിട്ടുണ്ട്. ഒരു പേരാണ് സാപ്പ് അക്കാഡമി. വോളിബോൾ അക്കാഡമിയാണ്, പക്ഷേ വോളിബോൾ അക്കാഡമി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലിപ്പം കുഴപ്പമില്ല, കുറച്ച് കുട്ടികളുണ്ട്, അത്യാവശ്യം കുട്ടികൾ നമുക്ക് വരുന്നുണ്ട്. അത് ജൂനിയേഴ്സ് ലെവലിലും എല്ലാ ഏജും നമ്മൾ നോക്കുന്നുണ്ട്. ഇവൻ പോർച്ചുഗലിൽ ഇപ്പോൾ അവിടെ A ഡിവിഷൻ ക്ലബ്ബിൽ കളിക്കുന്നു. ഇവൻ ഇവിടെ നിന്നാണ് പോയത്. സ്കൂൾ എമിറേറ്റ്സ് നാഷണൽ സ്കൂളായിരുന്നു രണ്ടുപേരും വിദ്യാഭ്യാസം. ഇവിടെ രണ്ടുപേരും ഇവിടെ ജനിച്ചതും ആ സ്കൂളിൽ നിന്നാണ് പഠിപ്പ് തുടങ്ങിയതും. ആ സ്കൂളിനെ വെച്ചുകൊണ്ട് ഇവർ ഒരു 5 വർഷം
എനിക്ക് തോന്നുന്നു 5 വർഷം അവർ നാഷണൽസ് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇന്ത്യയിൽ നാഷണൽസ് കളിക്കാൻ വേണ്ടി അവർ പോയിരുന്നു. പിന്നെ ഇവൻ ഇവിടെ ജസീറ അല്ല അൽ നാസർ ക്ലബ്ബിൽ കളിച്ചു. അതിനുശേഷം അബുദാബിയിലെ ജസീറ ക്ലബ്ബിൽ കളിച്ചു. അവിടെ നിന്നാണ് പിന്നെ പോർച്ചുഗലിലേക്ക് പോയത്. ഇവൻ വോളിബോളിൻ്റെ ഒരു പൊസിഷനുണ്ട്, പ്ലേ മേക്കർ അഥവാ സെറ്റർ. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ പറയുന്നത് ഡിഫൻഡർ എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ അത് ലോപിച്ച് സെറ്ററായി. അപ്പോൾ ഇവനവിടെ എ ഡിവിഷൻ ക്ലബ്ബിൽ സെറ്റായിട്ട് കളിക്കുന്നു. പിന്നെ ഇത് ഇളയമോൻ സമ്രൂദ്, ഇവനിവിടെ അൽ നസർ ക്ലബിൻ്റെ ജൂനിയർ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഇവൻ. അവർ റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ സീനിയർ ടീമിൽ മെമ്പറാണ് അൽ നസർ ക്ലബ്ബിലെ. ഉമ്മ അതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിരുന്നു, മനസ്സിലായില്ല. പക്ഷെ അത് ഇവരുടെ മക്കളുടെ ഈ ഒരു കളികളൊന്നും കാണാൻ അവരില്ല എന്നൊരു വിഷമം മനസ്സിലുണ്ട്. പിന്നെ ഇവർക്കൊക്കെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഒരാൾ, എൻ്റെ ഭാര്യ, അവർ അജിത എന്നാണ് പേര്. പ്രേക്ഷകർ നിങ്ങൾക്കൊക്കെ അറിയാൻ തോന്നുന്നു. ഇതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാ ഇവിടെ കളിയുണ്ടോ, ഇന്നിപ്പോൾ കളി നടക്കുന്നുണ്ട് ഉമ്മൽക്കോവിനിൽ, അവിടെ പോകണം. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൊരു സപ്പോർട്ട്, ഇവരുടെ പ്രാർത്ഥനയും എല്ലാവരും ഉണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. ആരും നമുക്ക് പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, ഈ വോളിബോൾ എന്നുള്ള ഈ ഒരു മാന്ത്രിക പന്ത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ. ലൈക്ക് കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, പിന്നെ ഔട്ട് ഓഫ് കേരള, നോർത്ത് ആയാലും സൗത്ത് ആയാലും എവിടെയായാലും നമുക്കുള്ള കണക്ഷൻസ്, ഈവൻ ഔട്ട് ഓഫ് ദ കൺട്രി നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് എൻ്റെ കൂടെ എനിക്കുള്ള പോലെ, കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഏത് സമയത്താണ് എവിടെ നിന്നാണ് നമുക്കൊരു എന്തെങ്കിലും ആവശ്യങ്ങൾ വരിക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ എനിക്കുണ്ട്. പിന്നെ ഞാൻ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പ്ലെയേഴ്സിനെ എല്ലാ നിലയ്ക്കും. എങ്ങനെയൊക്കെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെയൊക്കെ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഏതൊക്കെ ലെവലുകളിലാണ് പരിശീലനം കൊടുത്തിട്ടുള്ളത്? കുട്ടികൾ കുഞ്ഞു കുട്ടികൾക്ക്, അതൊരു 10 വയസ്സുള്ള കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് അവർക്ക് ഫ്രഷായിട്ട് പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരു ഏജ് കൂടുതലുള്ള കുട്ടികൾ വരുമ്പോൾ, ഒരു 15 അല്ലെങ്കിൽ ഒരു 18 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വരുമ്പോൾ നമുക്കൊന്നും അതിലൊന്നും മാറ്റങ്ങൾ വരുത്താം. പക്ഷേ അത് സമയം അതിന് കുറേ എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്യാന്നുള്ള എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു കളി കളിച്ചിരുന്നു, ഞാനും മിക്കയും പോയിട്ട്. അപ്പോൾ അത് മറ്റേ ഉമ്മൽക്കോയിലായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഇൻഡോർ വോളിബോൾ പ്ലേയേഴ്സാണ്. പക്ഷെ ബീച്ച് വോളിബോൾ കളിക്കുമ്പോൾ അതിൻ്റെ കുറേ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ ഫുള്ള് വേൾഡ് നമ്പർ 2ഉം വേൾഡ് നമ്പർ 1ഒക്കെ ആയിരുന്നു നമുക്കെതിരെ കളിക്കാൻ വന്നത്. അപ്പോൾ നല്ല വിഷമമുണ്ടായി കളിയൊക്കെ തോറ്റപ്പോൾ. 2x2 വരുന്നത്. അപ്പോൾ അത് നല്ല വിഷമമുണ്ടായി കളി തോറ്റപ്പോൾ. പക്ഷെ കുറേ പഠിക്കാൻ പറ്റി, എങ്ങനെ കളിക്കണം, അവരായിട്ട് എങ്ങനെ കളിക്കണം എന്നുള്ള കുറേ സംഭവങ്ങൾ. പിന്നെ ഫിസിക്കലി മാത്രമല്ല മൈൻഡ് സെറ്റും കുറേയൊക്കെ നമ്മൾ കുറേ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് കാണണം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കോച്ചുമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്ലേയേഴ്സിനോട് തന്നെ പറയില്ല, നമ്മളൊരു കളി തോറ്റ് കഴിഞ്ഞാൽ അത് പേഴ്സണലായിട്ട് എടുക്കരുത്. നമ്മൾ പേഴ്സണലായിട്ട് എടുത്താലാണ് എല്ലാവരും വിഷമവും കരച്ചിലും ഡിപ്രഷനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പോസിറ്റീവായിട്ട് കാണാം, പിന്നെ അടുത്ത കളിക്കുള്ള പ്രിപ്പയർ ചെയ്യാം. ഫിറ്റ്നസ്, നമ്മുടെ മൈൻഡ് സെറ്റ്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ ഒരു 2 വീക്സ് മുമ്പ് തന്നെ നമ്മൾ ആക്ച്വലി നല്ലോണം കൺട്രോൾ ചെയ്ത് ഫോക്കസ് ആക്ച്വലി ആ ഗെയിമിൻ്റെ ഒരു പോയിന്റിലേക്ക് എത്തുന്നവരെ കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ ഗെയിമിൽ എന്താ വരുന്നത് നമ്മുടെ കയ്യിൽ ഒരിക്കലും നിൽക്കില്ല. ബിക്കോസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ. ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ തോക്കാം. അപ്പോൾ ആ ഒരു 2 വീക്സ് ബേസിക്കലി എന്ത് ചെയ്യുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വോളിബോൾ ഫാമിലിയാണ്, അതിനോടൊപ്പം തന്നെയാണ് ഇത്ത പോകുന്നത്. എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു വൈബ്? എങ്ങനെയുണ്ട്? ഞാനിവിടെ വന്നിട്ട് 33 വർഷമായി. വന്നിട്ട് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കളിയും ഇതൊക്കെ എപ്പോഴും ഞാൻ വരാറുണ്ടായിരുന്നു. അന്നൊക്കെ കോച്ചല്ല, കളിക്കാരനായിരുന്നു. പിന്നീട് പിന്നെ മക്കൾ വന്നു. പിന്നെ മക്കളുടെ പിന്നെ ഫുൾ ടൈം പിന്നെ ഇവരെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ഇവരുടെ കളിയുടെ ഓരോ മിസ്റ്റേക്കും പറഞ്ഞു കൊടുക്കും. പിന്നെ കളീൻ്റെ തലേ ദിവസം പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങ്, ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ ചീത്തയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുട്ടികൾ ഇതാക്കിയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഫുൾ സപ്പോർട്ടുണ്ട്, എപ്പോഴും ഉണ്ടാവും. സക്കീർക്ക, ഇതൊരു കായിക കുടുംബം എന്നതിലുപരി ഒരു കലാകുടുംബം കൂടിയാണെന്ന് അറിഞ്ഞു. കലയും കായികവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കുടുംബം. അപ്പം ഫാദറാണെങ്കിലും മദറാണെങ്കിലും എൻ്റെ ബ്രദേഴ്സാണെങ്കിലും എല്ലാവരും, എൻ്റെ മൂത്ത ബ്രദർ, എല്ലാവരും
തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദരപാങ്കൊലികൾ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എന്നോടെ കരളിലെ കറകൾ തഴുകിടുന്നു. 1000 കാതമകലയാണെങ്കിലും മായാതെ മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം. സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം, സാഫല്യം നേടി തേടിയോരെല്ലാം. അറ്റാക്ക് ചെയ്യാനാണോ ഇഷ്ടം അതോ ഡിഫെൻസ് ചെയ്യാനാണോ? ഏതിലാണ്, അറ്റാക്കോ ഡിഫെൻസ്? അതിപ്പോ ഞാൻ ആ കൺഫ്യൂഷനിലാണ്. കാരണം അറിയോ, എന്റെ ഒരു സൈഡിൽ അറ്റാക്കർ ഉണ്ട്, ഒരു സൈഡിൽ ഈ പറഞ്ഞ ഡിഫൻഡർ ഉണ്ട്. ഐ മീൻ സെറ്റർ എന്ന് ഉദ്ദേശിച്ചാണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷേ അറ്റാക്കറാണ് എപ്പോഴും മികച്ചു നിൽക്കുന്നത്. പക്ഷെ അവൻ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സെറ്റർ ഇല്ലെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് രണ്ടും വേണം. ഇത്ത ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ബിരിയാണി വെച്ചാൽ 3 പേർക്കും ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ കറി, ചപ്പാത്തി, പിന്നെ പുട്ട്, അത് എല്ലാവർക്കും ഇഷ്ടമാണ്. സക്കീർക്ക, ഇത്രയും നേരം നമ്മുടെ GTV പ്രേക്ഷകർക്കൊപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു, നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു. നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി ഒരു ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു തലമുറയാണ് നമുക്ക് ഇപ്പോൾ കൂടുതലും കാണുന്നത്. അപ്പോൾ യുവതലമുറയോട് പറയാനുള്ള ഒരു സന്ദേശം അതെന്താണ്? വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു ചോദ്യം ചോദിച്ചത്. കുട്ടികൾ വഴിതെറ്റി പോകുന്നു, അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. ഞാൻ അവരുടെ രക്ഷിതാക്കളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരെ കൂടുതലും സ്പോർട്സിലേക്ക് കൊണ്ടുവരിക. കുട്ടികളെ സ്പോർട്സിലേക്ക് അവരെ അഡിക്റ്റ് ആക്കുക. സ്പോർട്സ്, വോളിബോൾ ആയാലും ഫുട്ബോൾ ആയാലും ഏത് സ്പോർട്സ് ആയിക്കോട്ടെ അതിലേക്ക് അഡിക്റ്റ് ആക്കി കൊണ്ടുവരിക ചെറിയ പ്രായത്തിൽ. അപ്പം തന്നെ അവർ ഇതിൽ നിന്ന് മാറും. അതിൻ്റെ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന കുട്ടികൾ, അവർ പാരൻസ് എല്ലാം വളരെ ഹാപ്പിയാണ്. അവരും വേറെ ഒരു മോശ സ്വഭാവത്തിലേക്ക് പോയിട്ടല്ല. പക്ഷേ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഹാപ്പിനെസ് കുട്ടികളും ഞങ്ങളും വരുന്നത്, ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി സെറ്റപ്പാണ്. വേറെ പുറത്ത് കുട്ടികൾ മാത്രം വന്നിരിക്കുക അങ്ങനെയൊന്നുമില്ല. അവർ ഫാമിലി വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരും നമ്മളുടെ സ്ട്രെച്ചിങ്ങിലായാലും എക്സസൈസിലായാലും അവർ വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവർ എക്സസൈസ് ചെയ്യും. അവർക്കും വളരെയധികം ആരോഗ്യപരമായിട്ട് കുറേ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ മക്കളുടെ കൂടെ നിങ്ങൾക്കൊരു വ്യായാമമായിരിക്കും. അപ്പോൾ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരിക, സ്പോർട്സിലേക്ക് വ്യക്തമായിട്ടുള്ള അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ കൊണ്ടുവരിക. അതുതന്നെ ഏറ്റവും നല്ലൊരു മരുന്ന് ഇന്നത്തെ ഈ തലമുറയിലേക്ക് പറയാറ്. കുട്ടികളും അതുപോലെ തന്നെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്കൂളിലായാലും മറ്റുള്ള അക്കാഡമികളിലായാലും എല്ലാ സ്പോർട്സിലായാലും എന്തായാലും ഫിസിക്കൽ ആക്ടിവിറ്റിക്കായിട്ട് വിടണം പിള്ളേരെ. അതിപ്പോൾ സ്പോർട്ട് ഏതായാലും കുഴപ്പമില്ല, വോളിബോൾ ആയാലും അതിപ്പോൾ എല്ലാത്തിനും ഹെൽപ്ഫുള്ളാണത്. അവരിപ്പോൾ പിള്ളേരിപ്പോൾ സ്കൂളിലും പോകണതല്ലേ, അപ്പോൾ അത് സ്കൂളിനും ഹെൽപ്ഫുള്ളാണത്. പിന്നെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും കുറേയൊക്കെ പഠിക്കും, ടീംമേറ്റ്സ് ആയിട്ടും പിന്നെ എന്താ പറയുക ഒഫീഷ്യൽസും അവരൊക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തെ കുറേ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാനൊക്കെ അവർ പഠിക്കും. ഇവിടെ ഒരു അക്കാഡമി ഞങ്ങൾ തുടർന്നു കൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ പേരാണ് സാപ്പ് അക്കാഡമി. അതിൽ എല്ലാവിധ ഏജ് ഗ്രൂപ്പുകളിൽ നമ്മൾ വോളിബോൾ പ്രധാനമായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. 0509370 ആൻഡ് 05079515568. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു ഗ്യാതറിങ്ങിന് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തന്ന GTV ആ എൻ്റെ ക്രൂസിനോടും ഞാനും ഞങ്ങളുടെ കുടുംബവും ഫാമിലിയും താങ്ക് യു വെരി മച്ച്.